hit it. Hin, 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 hin. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിൽ ഇപ്പോൾ കലയുടെ ഊരായ കണ്ണൂരിലാണ് അതിന്റെ രണ്ടാം പകരാണ് വീണ്ടും പറഞ്ഞു. ഏതായാലും നമ്മൾ പിന്നെ കലോത്സവത്തിന്റെ പുറത്ത് ഒരു താരത്തോടായിരുന്നു ഇത്ര നേരം സംസാരിച്ചത്. താരം പോയിട്ടില്ല, ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ കലോത്സവത്തിലെ ചില താരങ്ങളെ കൂടി ഇതിന്റെ ഇടയിൽ പരിചയപ്പെടുത്തണ്ടേ. ഇന്നലെ വൈകിട്ട് കലോത്സവ വേദിയിൽ കൊട്ടിക്കയറിയ മലപ്പുറത്തെ ഐഡിയൽ സ്കൂളിലെ മിടുക്കന്മാർ നമ്മളോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഐഡിയൽ സ്കൂളാണ്. അതിപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണെന്നുള്ളത്. ഏതായാലും 3ാം സ്ഥാനവും എ ഗ്രേഡുമാണ് പഞ്ചവാദ്യത്തിൽ ലഭിച്ചത്. നമുക്ക് ആ ടീമിലേക്ക് പോവാം. വരൂ. മിടുക്കന്മാരാണ് കളവശ്ശേരി സ്കൂളിലെ പഞ്ചവാദ്യ കലാകാരന്മാരാണ്. അതിലെ A+ 3ാം സ്ഥാനവും അല്ലേ?
കുട്ടികള്. വളരെ നന്ദി. മലപ്പുറത്തെ മിടുക്കന്മാരാണ് നമുക്ക് വേണ്ടി ഈ പഞ്ചവാദ്യം ഇവിടെ അവതരിപ്പിച്ചു. അവർ ഇന്നലെ വൈകിട്ട് നടന്ന മത്സരത്തിൽ എ ഗ്രേഡും 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. മലപ്പുറം ഐഡിയൽ സ്കൂളിലെ മിടുമിടുക്കന്മാരായ കുട്ടികൾ. ഇതായാലും നമുക്കിനി അവരെ ഒന്ന് പരിചയപ്പെടാം. ഒപ്പം സനുഷ വീണ്ടും. സനുഷ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം അല്ലേ? ഏത് സ്കൂളിലാണ്? സ്കൂളിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ഐഡിയൽ ഐഡിയൽ കടകശ്ശേരി. നിങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഫിഫ്ത്ത് ആയിരുന്നു. തവണത്തെ തേർഡ് ആക്കി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? എന്താ പേര്? വിഗിൽനാഥ്. ഹരീഷ് മോഹൻ. ഷുഹൈബ്. അതും ഒരു ഐഡിയലായ കാര്യമാണ്. ഷുഹൈബും ഒരാളും കൂടി ഉണ്ട്. ആരാത്? അതായത് ഒരു ക്ഷേത്രകലയായ പഞ്ചവാദ്യത്തിലേക്ക് 2 മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ, അതും മലപ്പുറത്ത് നിന്ന്. അത് വലിയ കാര്യമാണ്. മലപ്പുറം പോലൊരു ജില്ലയിൽ അങ്ങനെ ക്ഷേത്രകലയിലേക്ക് ഇതുപോലെയുള്ള 2 കുട്ടികൾ വന്നു എന്നല്ല. അപ്പം നിങ്ങൾക്കൊരു നല്ല കയ്യടി. ഇനി സനുഷ തുടരുന്നുണ്ട്. സനുഷ എന്തൊക്കെയാ അപ്പോൾ കണ്ടോ? പഞ്ചവാദ്യമൊക്കെ കണ്ടു. ഒത്തിരി ഇഷ്ടമായി. ഇനി കണ്ണൂരിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. ഇവരൊക്കെ കണ്ണൂരിലേക്ക് വന്നിരിക്കുക, ഞങ്ങൾ വന്നിരിക്കുക കണ്ണൂരിലേക്ക്. അപ്പോൾ എന്താ ഈ വരുന്നവരോടൊക്കെ? കണ്ണൂരുകാർ ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് ഞങ്ങൾ 2 ദിവസം കൊണ്ട് മനസ്സിലാക്കി. എന്താ ഒരു കണ്ണൂരുകാരിക്ക് പറയാനുള്ളത്? അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കലയെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇത്തവണത്തെ കലോത്സവം, ഇവിടെ നടക്കുന്ന കലോത്സവത്തിലെ കുട്ടികൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ ഞാൻ കേട്ടു ഇങ്ങനെ എല്ലായിടത്തും തിരക്കാണ്, റൂമൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒത്തിരി സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ കലോത്സവ വേദികൾ ഉണ്ടാവുമോ എന്തായാലും കാണാനായിട്ടൊക്കെ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ തന്നെ. തീർച്ചയായിട്ടും സനുഷയുടെ സാന്നിധ്യം നമ്മുടെ കളിയാട്ടത്തിന്റെ സ്റ്റുഡിയോയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുടുംബമായല്ലോ അല്ലേ? മാതൃഭൂമിയുടെ കുടുംബമാണ് ഇപ്പോൾ. സനുഷ സന്തോഷം, സനൂപ് സന്തോഷം. നമ്മൾ അവരെ അങ്ങ് നമ്മുടെ സ്വന്തം കുട്ടികളായിട്ട് ഏറ്റെടുത്തു അല്ലേ? ഏതായാലും നമുക്ക് ഇവരെ ബാക്കി 1-2 പേരുടെ പേരും കൂടെ ചോദിച്ചിട്ടില്ലായിരുന്നു. അവരും കൂടെ പരിചയം അല്ലേ? വിഷമമല്ലോ. അതെ. വിഷ്ണു ടി പി വിനീത്. ബാക്കി എല്ലാവരും പരിചയപ്പെട്ടു. ഏതായാലും മലപ്പുറം കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ മിടുക്കന്മാരാണ് 3ാം സ്ഥാനം. ഒപ്പം തന്നെ പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡും 3ാം സ്ഥാനവും അല്ലേ? ഏതായാലും ഇന്നിനിപ്പം ഏറെ മത്സരങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നാണ് ശരിക്ക് കലോത്സവ വേദികൾ അതിന്റെ രീതിയിലേക്ക് ചൂടുപിടിക്കുന്നത്. ഇന്നലെ സാംസ്കാരിക ഘോഷയാത്രയായിരുന്നു. ഒപ്പം 7 ഇനങ്ങൾ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ വേദിയിൽ എത്തുകയാണ്. 232 ഇനങ്ങളാണ് ആകെയുള്ളത്. 12,000 കലാകാരന്മാർ, അതായത് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല വേദികളിലായി ഇന്ന് 20 വേദികൾ മുഴുവൻ ഉണരുന്ന ദിവസമാണ്. ഇനി നമുക്ക് വേറൊരു കാഴ്ച കാണാം. ഇന്നലത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ട് പിന്നാലെ വേദിയിൽ ഒരു വളരെ കൗതുകകരമായ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കൗതുകകരമായ കാഴ്ചയാണ്. ഒരു കേക്ക് മുറിക്കുന്നതാണ്. 103 കിലോ ഉള്ള ഒരു കേക്ക്. അതിന്റെ ഒരു ചരിത്രമാണ് അത്. എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത് തലശ്ശേരിയിലാണ്. അതിന്റെ 103ാം വാർഷികമാണ്. അതുകൊണ്ടാണ് 103 കിലോ ഉള്ള ഒരു കേക്ക് വന്നില്ലല്ലോ. അത് മുറിച്ചത് KS ചിത്രയും ഒപ്പം ശ്രീമതി ടീച്ചറും കൂടെ ആയിരുന്നു. പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും കേക്ക് കിട്ടിയില്ല. അതെ. ഇതൊരു പാവം കേക്കിന്റെ കഥയാണ്. കണ്ണൂരിലെ പ്രൗഢിയുള്ള കലോത്സവ തറവാട്ടിലായിരുന്നു ജനനം. 103 കിലോയിലേറെ തൂക്കം, 30 അടി നീളം, നല്ല വെളുത്ത വാനില നിറം, നെറ്റിപ്പട്ടം കെട്ടിയ തലയെടുപ്പ്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നുവേണ്ട സർവകലകളുടെയും വിളനിലം. ചെണ്ട മുതൽ വയലിനും വീണയും വരെ പഠിച്ചു. പുരാണങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യം. അങ്ങനെ ഏവരുടെയും കണ്ണിലുണ്ണിയായി സെൽഫികൾക്ക് വിധേയമായി ജീവിച്ചു വരവെയാണ് അത് സംഭവിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞു. അതോടെ പലർ ചേർന്ന് പിച്ചി ചീന്തി, ചിലർ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി. ഒടുവിൽ ബാക്കിയായത് ശ്രുതി നഷ്ടപ്പെട്ട ഒരു വീണ മാത്രം. അത്രയേ ഉള്ളൂ. കലോത്സവ കേക്കിന്റെ കഥ കഴിഞ്ഞു. ക്യാമറമാൻ ജിതേഷിനൊപ്പം ജീപ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.
അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. വളരെ സന്തോഷം. എത്തിയതിൽ പ്രത്യേകിച്ചും സനുഷയ്ക്ക് സന്തോഷം. ഈ പഠനത്തിന് തിരക്കുകളാണ്, വയ്യ, കാല് വയ്യ, ഒപ്പം സുഖമില്ല, പലതും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിലും വന്നതിൽ ഇത്രയും നേരം ചിലവഴിച്ചത് എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഞങ്ങൾക്ക് കാണേണ്ടത് സനുഷയുടെ പുതിയ സിനിമകളൊക്കെ ആയി വളരെ സജീവമായി നല്ല മാർക്കൊക്കെ വാങ്ങി സനുഷ. തീർച്ചയായിട്ടും വളരെ സന്തോഷം മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കളിയാട്ടം ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് കഥകളാണ് കാത്തിരിക്കുന്നത്, ഒരുപാട് റിപ്പോർട്ടുകൾ. ഒപ്പം കലോത്സവ വേദിയിൽ നിന്നുള്ള കലയുടെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് ഉറപ്പ്. വേദിയിൽ നിന്ന് നമുക്ക് ഇനി 9:30 ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി. നമസ്കാരം. Hit. Ta.